നമസ്കാരം. +2 ഫിസിക്സിലെ അടുത്ത റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സൊല്യൂഷൻസും ഉൾപ്പെടുത്തിയ റിവിഷൻ ക്ലാസ്സാണിത്. റേ ഒപ്റ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ചാപ്റ്റേഴ്സിൻ്റെ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുന്ന റിവിഷൻ ക്ലാസ്സുകളും ഉൾപ്പെടുന്ന പ്ലേലിസ്റ്റ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അത് കാണാത്തവർ അതുകൂടി പ്രയോജനപ്പെടുത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോക്കാം നമുക്ക് ക്വസ്റ്റ്യൻ. എ magician during a show makes a glass lens with n equal to 1.47 disappear in a trough of liquid. What is the refractive index of the liquid? Could the liquid be water? n നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ ഒരു ട്രഫ് ഓഫ് ലിക്വിഡിൽ വെച്ച ഒരു ലെൻസ് ഡിസപ്പിയർ ചെയ്യുന്നു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലിക്വിഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലെൻസിൻ്റേത് 1.47 ആണ്. അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വെക്കുമ്പോൾ ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലെ ആക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തായിരിക്കണം? ഷുഡ് ബി 1.47. അതായത് ലെൻസ് കൺവേർജ് ചെയ്യോ ഡൈവേർജ് ചെയ്യോ ചെയ്യുന്നത് മറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വെക്കുമ്പോഴാണ്. സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലെയാണ് ആക്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത പാർട്ട്, കുഡ് ദ ലിക്വിഡ് ബി വാട്ടർ? വാട്ടർ ആവില്ല. കാരണം വാട്ടർ ആണെങ്കിൽ വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.33 ആണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണല്ലോ. കുറവുള്ള ഒരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ലെൻസ് ഒരു കൺവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അത് ഡിസപ്പിയർ ചെയ്യില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് നോട്ട് വാട്ടർ. വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൂടി ഒന്ന് ഓർത്ത് വെക്കാം, 1.33. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മിറർ വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ റെയർ വ്യൂ മിറർ ഇൻ വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന മിറർ നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇറ്റ് ഈസ് കോൺവെക്സ് മിറർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻസൊക്കെ ശ്രദ്ധിക്കുക. കോൺകേവ് മിറർ, പ്ലെയിൻ മിറർ, പാരാബോളിക് മിറർ ഒക്കെ തന്നിട്ടുണ്ട്. ആൻസർ ഇസ് കോൺവെക്സ് മിറർ. നെക്സ്റ്റ് വൺ, റൈറ്റ് എനി ടു യൂസസ് ഓഫ് പോളറോയിഡ്സ്. പോളറോയിഡ്സിൻ്റെ യൂസസ് ആണ് സൺഗ്ലാസസിൽ, ദെൻ ടു പ്രൊഡ്യൂസ് 3D മോഷൻ പിക്ചേഴ്സ്, 3D ക്യാമറ, വിൻഡ് സ്ക്രീൻസ് ഇൻ എയറോപ്ലെയിൻസ് ആൻഡ് ട്രെയിൻസ്. ആൻസേഴ്സ് ഒന്ന് നോട്ട് ചെയ്യുന്നത് നല്ലതാണ്. പോളറോയിഡ്സ് ഒപ്റ്റിക്സിലേതാണ്, പക്ഷേ ഇതിൽ ഒരുമിച്ച് വന്നപ്പോൾ ഇതിൽ കൂടെ അങ്ങ് വന്നു പോയതാണ്. നോട്ട് ചെയ്യാം. അടുത്തത്, a ray of light parallel to the principal axis of a spherical mirror falls at a point M as shown in figure. Identify the type of mirror used in the diagram. By drawing a suitable ray diagram, obtain mirror equation. Third part, if the mirror is immersed in water, its focal length. അപ്പോൾ കോൺകേവ് മിറർ ആണ്. ടൈപ്പ് ഓഫ് മിറർ ചോദിച്ചു, കോൺകേവ് മിറർ ആണ്. ദെൻ ഡ്രോയിങ് സ്യൂട്ടബിൾ റേ ഡയഗ്രാം, ഒപ്റ്റെയിൻ മിറർ ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഒപ്റ്റെയിൻ ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കാതെ ഡിറൈവ് ദ റിലേഷൻ അല്ലെങ്കിൽ ഒപ്റ്റെയിൻ ദ റിലേഷൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ് ചെയ്യേണ്ടത്. റൈറ്റ് ദ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്മൾ ജസ്റ്റ് എഴുതുക മാത്രമേ വേണ്ടൂ, അവിടെ ഡെറിവേഷൻ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ഒപ്റ്റെയിൻ ദ മിറർ ഇക്വേഷനാണ്, അപ്പോൾ ഡിറൈവ് ചെയ്യണം. ദെൻ മിറർ ഇസ് ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ. ഫോക്കൽ ലെങ്തിന് എന്ത് സംഭവിക്കും? മിററിൻ്റെ ഫോക്കൽ ലെങ്ത് എന്താണ് റിലേഷൻ? ആലോചിച്ച് നോക്കൂ. 1/u + 1/v = 1/f. ഓക്കെ, അതാണ് മിററിൻ്റെ ഫോക്കൽ ലെങ്തും ഇമേജ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ഉൾപ്പെടുന്ന റിലേഷൻ. അപ്പോൾ അവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നതേ ഇല്ല. സോ ഇറ്റ് റിമെയിൻസ് സെയിം. ഓക്കെ, ഫോക്കൽ ലെങ്തിൽ ചേഞ്ച് ഇല്ല. അടുത്തത്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ മേ ബി ഒബ്സർവ്ഡ് ഇഫ്. ഈ വർഷത്തെ ഫോക്കസ് ഏരിയയിൽ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ചോദിച്ചിട്ടില്ല, ഉൾപ്പെടുന്നില്ല. പക്ഷേ ഈ കാര്യം ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. 1-2 കാര്യങ്ങൾ അത് ഓർത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. ആൻസർ ഇസ് ദ ലൈറ്റ് റേ ട്രാവലിംഗ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. അതായത് ഒരു ലൈറ്റ് റേ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ മുഴുവനായും തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഫിനോമിനനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം റേ ബെൻസ് എവേ ഫ്രം ദി നോർമൽ അല്ലേ.
ഡെൻസർ ടു റെയർ മീഡിയം പാസ് ചെയ്യുമ്പോൾ റേ ബെൻസ് എവേ ഫ്രം ദി നോർമൽ. അങ്ങനെ നോർമലിൽ നിന്ന് അകന്നകന്ന് ആ ഒരു ഇൻ്റർഫേസിലൂടെ പാസ് ചെയ്ത് തിരിച്ച് അതേ മീഡിയത്തിലേക്ക് വരും. ആ ഫിനോമിനാണ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഈ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ നല്ലതാണ്. അടുത്തത്, ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മേക്ക് യൂസ് ഓഫ് ദ ഫിനോമിനൻ ഓഫ് റിഫ്രാക്ഷൻ, ഇൻഡഫറൻസ്, ഡിഫ്രാക്ഷൻ, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ഇവിടെയും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. ഒപ്റ്റിക്കൽ ഫൈബർ യൂസ് ചെയ്യുന്ന എവിടെയാണ്? കമ്മ്യൂണിക്കേഷനിലാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ സിഗ്നൽസ് ഒരു പോയിന്റിൽ നിന്ന് ഒരു എൻഡിൽ നിന്ന് മറ്റൊരു എൻഡിലേക്ക് എത്തിക്കാൻ യൂസ് ചെയ്യുന്നത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനാണ്. നെക്സ്റ്റ് വൺ, explain why the bluish color predominates in a clear sky. Why the sky is blue, അതുപോലെ തന്നെ sea is blue. ഒക്കെ രണ്ടിനുമുള്ള ആൻസറാണിത്. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാറ്ററിങ്. സ്കാറ്ററിങ് ഫോർ ബ്ലൂ കളർ ഇസ് മോർ. എല്ലാ ലൈറ്റും എല്ലാ കളേഴ്സും സ്കാറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ്, ഇറ്റ് ഈസ് ബൈ റെയ്ലീസ് ലോ, സ്കാറ്ററിംഗ് ലോ. ഇൻറ്റൻസിറ്റി ഈസ് പ്രൊപ്പോർഷണൽ ടു 1/λ⁴. Intensity of scattered light is proportional to 1/λ⁴. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ ഇൻറ്റൻസിറ്റി കുറയും, വേവ് ലെങ്ത് കുറയുമ്പോൾ ഇൻറ്റൻസിറ്റി കൂടും. അപ്പോൾ ആ ബ്ലൂ കളറിനാണ്, ബ്ലൂ റേഞ്ചിലുള്ള കളേഴ്സിനാണ് വേവ് ലെങ്ത് കുറവ്, അതുകൊണ്ട് ഇൻറ്റൻസിറ്റി കൂടും അല്ലേ. വിബ്ജിയോർ ആലോചിച്ചാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ. പക്ഷേ അതിൽ ബ്ലൂ ആണ് നമ്മുടെ കണ്ണിന് കൂടുതൽ സെൻസിറ്റീവ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇറ്റ് അപ്പിയേഴ്സ് ബ്ലൂ. അപ്പോൾ മെയിനായിട്ട് വരേണ്ട പോയിന്റ് ഇത് തന്നെയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് സ്കാറ്ററിങ് ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് സ്കാറ്റേർഡ് ലൈറ്റ് ഈസ് മോർ ഫോർ ബ്ലൂ കളർ ബിക്കോസ് ഓഫ് റെയ്ലീസ് ലോ, I proportional to 1/λ⁴. Next one, draw the ray diagram showing refraction through a glass prism and hence obtain relation n equal to sin A plus d/2 by sin A by 2. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണിത്. ഡെറിവേഷൻ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഫോക്കസ് ഏരിയ റിവിഷൻ വീഡിയോസിൽ ഈ ഡെറിവേഷൻ ഒക്കെ മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റേ ഡയഗ്രം വരയ്ക്കാൻ പഠിക്കുക, അതിൽ ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യാൻ അറിയണം. ഡെറിവേഷൻ മുഴുവനായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. വിത്ത് ഐ ഡി കർവ് വരയ്ക്കുന്നതും അതിൻ്റെ റേ ഡയഗ്രം, ലേബലിംഗ്, സ്റ്റെപ്സ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ വീണ്ടും ഇവിടെ കൊടുക്കുന്നില്ല, ക്വസ്റ്റ്യൻ ഒന്ന് പരിചയപ്പെടുക. അടുത്ത, ഡിഫൈൻ പവർ ഓഫ് എ ലെൻസ്, റൈറ്റ് ഇറ്റ്സ് SI യൂണിറ്റ്, ദെൻ ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അടുത്ത പാർട്ട്, എ കോൺവെക്സ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് F is placed in a medium of refractive index equal to that of lens. What happens to its focal length? പവർ എന്താണ് നമ്മൾ ഡിഫൈൻ ചെയ്തതാണ് നോക്കാം. പവർ ഇസ് 1/f, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഫോക്കൽ ലെങ്ത് ഇൻ മീറ്റേഴ്സ്. ഓക്കെ, ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കുമ്പോൾ ഫോക്കൽ ലെങ്തിൻ്റെ റെസിപ്രോക്കലാണ് പവർ. അതിൻ്റെ SI യൂണിറ്റ് ഡയോപ്റ്റർ ആണ്, ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ D. ദെൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാണ് വേണ്ടത്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഞാനിപ്പോൾ ഡെറിവേഷൻ ഇവിടെ ചെയ്യുന്നില്ല. ഡെറിവേഷൻ ആവശ്യമുള്ളവർ ഫോക്കസ് ഏരിയ റിവിഷൻ ക്ലാസ്സിൽ നോക്കുക. 1/f ഈക്വൽ ടു n2/n1 - 1 ഇൻറ്റു 1/r1 - 1/r2. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെറിവേഷനാണ്, നിർബന്ധമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതിൻ്റെ തേർഡ് പാർട്ട് നോക്കൂ. ഇഫ് n2 ഈക്വൽ ടു n1 then what is the focal length എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ n2 n1 നമുക്കറിയാം. n1 അത് ഏത് മീഡിയത്തിലാണോ വെച്ചത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. n2 ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആയാൽ ആ ഇക്വേഷൻ നോക്കൂ. ഇക്വേഷനിൽ n2 ഈക്വൽ ടു n1 ആകുമ്പോൾ എന്താ കിട്ടും? n2/n1 1 ആയിരിക്കും അല്ലേ. n2 n1 ഈക്വൽ ആയാൽ n2/n1 1. അപ്പോൾ നമുക്കവിടെ കിട്ടുക 1 - 1 എന്നല്ലേ. 1 - 1 എന്ന് പറഞ്ഞാൽ ബാക്കി ഭാഗം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഇറ്റ് ഇസ് 0. സോ 1/f ഈക്വൽ ടു 0 എന്ന് കിട്ടും. 1/f 0 ആണെങ്കിൽ f എന്താണ്? f ഷുഡ് ബി ഇൻഫിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് എസ് എ ഗ്ലാസ് പ്ലേറ്റ്. ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇഫ് n2 ഈക്വൽ ടു n1
that lens will act as a glass plate. ഇതേപോലെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഇനി വരുന്നുണ്ട്. അത് നമുക്ക് അതും കൂടി പരിഗണിക്കുമ്പോൾ നിങ്ങൾക്കിത് ഒന്നുകൂടി മനസ്സിലാവും. നെക്സ്റ്റ് വൺ, two thin convex lenses of focal length f1 and f2 are placed in contact. If the object is at principal axis, draw a ray diagram of the image formation by this combination of lenses. Obtain general expression for effective focal length of the combination in terms of f1 and f2. Method derivation ആണ്. Okay. Lenses in contact. Two thin convex lenses in contact. Ray diagram വരച്ച് equation obtain. Okay. Obtain the expression means you have to derive the equation. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കുന്നത് അറിയണം, ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് അറിയണം. ഫോക്കൽ ലെങ്ത് ഓഫ് ദി കോമ്പിനേഷൻ ആ ഇക്വേഷൻ മാത്രമേ ഇവിടെ തരുന്നുള്ളൂ. ദറ്റ് ഇസ് 1/f ഈക്വൽ ടു 1/f1 പ്ലസ് 1/f2. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിച്ചു വെക്കുക, റേ ഡയഗ്രാം വരയ്ക്കുന്നതും പഠിച്ചിരിക്കണം. ഈ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുക എന്നുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ഡെറിവേഷൻ തരാത്തത്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുമ്പോൾ പഠിച്ച് പോകേണ്ട കാര്യങ്ങളാണിത്. ഓക്കെ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തത്, എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ പ്രിസം. If the refracted ray QR is parallel to base BC as shown in figure, derive an expression to find out deviation D. Draw a graph which shows variation of D with I. Calculate the angle of minimum deviation A equal to 60 degree and refractive index 1.62. അപ്പോൾ ഇതിൽ നോക്കൂ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, റേ ഡയഗ്രാം തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ റേ ഡയഗ്രാം വരച്ച് ഡിറൈവ് ചെയ്യാനാണ് ചോദിക്കുക, മറ്റേ ചിലപ്പോൾ റേ ഡയഗ്രാം തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഡിറൈവ് എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് ഡീവിയേഷൻ്റെ എക്സ്പ്രഷനാണ് വേണ്ടത്. ആ ഡെറിവേഷൻ മുമ്പ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, പല ഭാഗത്തെ അതിൽ ഡെറിവേഷൻ ചോദിക്കും, കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കണമെന്നില്ല എപ്പോഴും. അതിലുള്ള ഇൻ്റർമീഡിയറ്റ് സ്റ്റെപ്സ് ഒക്കെ പ്രൂവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നത്. ഡിറൈവ് ദ എക്സ്പ്രഷൻ ടു ഫൈൻഡ് ഔട്ട് ഡി. ദെൻ ഡ്രോ ഗ്രാഫ്, ഐ ഡി കർവ് വരച്ച് പഠിക്കുക. അതിൻ്റെ ഒന്നും ആൻസർ ഞാനിവിടെ പറയുന്നില്ല, പ്രോബ്ലം മാത്രം നോക്കാം നമുക്ക്. ഗ്രാഫ് അറിയണം, ഐ ഡി കർവ് അറിയണം. ഈ ഇക്വേഷനാണ് നമ്മളവിടെ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചത്. ഡി ഈക്വൽ ടു I1 പ്ലസ് I2 മൈനസ് എ, അല്ലെങ്കിൽ ചിലപ്പോൾ I പ്ലസ് ഇ മൈനസ് എ എന്നായിരിക്കും. ഓക്കെ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് എമർജൻസ് ഏതാണെന്ന് വെച്ചാൽ ആ രീതിയിൽ I പ്ലസ് ഇ മൈനസ് എ എന്ന് എടുത്തിട്ടുണ്ടാവാം, I1 പ്ലസ് I2 മൈനസ് എ എന്ന് എടുത്തിട്ടുണ്ടാവാം. അതിനനുസരിച്ചിട്ട് ബി പാർട്ടിൽ ഐ ഡി കർവ് വരച്ച് പഠിക്കുക. എക്സ് ആക്സിസിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും വൈ ആക്സിസിൽ ഡീവിയേഷനും. തേർഡ് പാർട്ടിൽ മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കണം. മിനിമം ഡീവിയേഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ എടുക്കാം. n ഈക്വൽ ടു സൈൻ എ പ്ലസ് ഡി ബൈ 2 ബൈ സൈൻ എ ബൈ 2. എ തന്നിട്ടുണ്ട് 60 ഡിഗ്രി, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സൈൻ 60 പ്ലസ് ഡി ഓൾ ഡിവൈഡഡ് ബൈ 2 ബൈ സൈൻ എ 60 ആണ്, ക്യാപിറ്റൽ എ 60 തന്നിട്ടുണ്ട്. സോ എ ബൈ 2 സൈൻ 30. സൈൻ 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.62. സോ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ 1.62 ഇൻറ്റു 1/2 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ഓൾ ഡിവൈഡഡ് ബൈ 2. അതിൽ നിന്ന് സൈൻ ഇൻവേഴ്സ് 1.62 ഇൻറ്റു 1/2 ചെയ്യുമ്പോൾ 60 പ്ലസ് ഡി ബൈ 2 കിട്ടും. അതിൽ നിന്ന് ഡി കണ്ടുപിടിക്കാം. ഓക്കെ, അറിയായിരിക്കുമല്ലോ. സൈൻ ഓഫ് 1.62 ബൈ 2 എന്ന് പറയുമ്പോൾ 0.81 എന്ന് കിട്ടും. ഓക്കെ, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0.81. സോ 0.81 ഈക്വൽ ടു സൈൻ 60 പ്ലസ് ഡി ബൈ 2, അല്ലെങ്കിൽ 60 പ്ലസ് ഡി ബൈ 2 ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 0.81 കിട്ടിക്കഴിഞ്ഞാൽ ഡി കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ശ്രദ്ധിക്കാം. അടുത്ത നല്ലൊരു ക്വസ്റ്റ്യനാണ്. എ ലെൻസ് ഓഫ് എ പെർട്ടിക്കുലർ ഫോക്കൽ ലെങ്ത് ഇസ് മെയ്ഡ് ഫ്രം എ ഗിവൺ ഗ്ലാസ് സ്ലാബ് ബൈ അഡ്ജസ്റ്റിംഗ് റേഡിയൈ ഓഫ് കർവേച്ചർ. The formula used in this case is lens maker's formula. Write lens maker's formula. അവിടെ ഫോർമുല എഴുതുക വേണ്ടു. ഓക്കെ, അടുത്ത പാർട്ട് നോക്കൂ. ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല അസ്യൂമിങ് ഫോർമുല ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ്. നമുക്കറിയാം ലെൻസ് മേക്കേഴ്സ് ഫോർമുല കിട്ടണമെങ്കിൽ ഫോർമുല ഫോർ റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് അതിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അസ്യൂമിങ് ദാറ്റ് ഫോർമുല. റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ ഫോർമുല അസ്യൂം ചെയ്ത് ഡിറൈവ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യണം.
അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഡെറിവേഷനൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അതിലെ റേ ഡയഗ്രാംസും ഡെറിവേഷൻ സ്റ്റെപ്സ് ഒരു 3-4 സ്റ്റെപ്പ് മിനിമം നന്നായിട്ട് പഠിച്ചിരിക്കുക. എല്ലാ സ്റ്റെപ്പും എഴുതണമെന്നില്ല. അപ്പോൾ അടുത്ത പാർട്ട് നോക്കൂ. ഈസ് ഇറ്റ് പോസിബിൾ ഫോർ എ ഗിവൺ ലെൻസ് ടു ആക്ട് ആസ് എ കൺവേർജിങ് ലെൻസ് ഇൻ വൺ മീഡിയം ആൻഡ് എ ഡൈവേർജിങ് ലെൻസ് ഇൻ അനദർ മീഡിയം? വൈ? ഓക്കെ, വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതേസമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. എന്താണ്, ഒരു ലെൻസ് തന്നിട്ടുള്ള ഒരു ലെൻസ് ഒരു മീഡിയത്തിൽ കൺവേർജിങ് ആയിട്ടും, അതായത് കോൺവെക്സ് ലെൻസായിട്ടും, അതേ ലെൻസ് തന്നെ മറ്റു മീഡിയത്തിൽ ഡൈവേർജിങ് ലെൻസായിട്ടും പ്രവർത്തിക്കുമോ? വൈ? എന്താണ്, ഈസ് ഇറ്റ് പോസിബിൾ? യെസ്, ഇറ്റ് ഈസ് പോസിബിൾ. അതായത് മീഡിയം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺവേർജിങ് ലെൻസ് ഡൈവേർജിങ് ലെൻസായി മാറാം, ഒരു ഡൈവേർജിങ് ലെൻസ് കൺവേർജിങ് ലെൻസായി മാറാം. അതിൽ മാജിക് ഒന്നുമില്ല. എന്താണ്, പ്യുവർ സയൻസ് ആണ്. നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. സീ ദിസ് റേ ഡയഗ്രാം. അവിടെ N2 എന്ന് പറയുന്നത് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, N1 മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, N2 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ലെൻസ്, N1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. N2 ഗ്രേറ്റർ ദാൻ N1, അതായത് ലെൻസ് ഇസ് പ്ലേസ്ഡ് ഇൻ എ റെയറർ മീഡിയം. ഇറ്റ് ആക്ട്സ് ആസ് എ കൺവേർജിങ് ലെൻസ്. ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം അത് കൺവേർജിങ് ലെൻസാണ്. പക്ഷേ അത് എപ്പോഴും കൺവേർജിങ് ലെൻസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇത് തന്നിട്ടുള്ളത് ഞാൻ 3 കേസും തരികയാണ്. ഒരെണ്ണേ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ, 3 കേസും തരികയാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ N2 ഗ്രേറ്റർ ദാൻ N1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലെൻസിൻ്റെ ഇതിനേക്കാൾ കുറവ്, പ്ലേസ്ഡ് ഇൻ എ റെയറർ മീഡിയം. ഇറ്റ് ആക്ട്സ് ആസ് എ കൺവേർജിങ് ലെൻസ്. ഒരു കാര്യം ഓർത്താൽ മതി, നമ്മൾ കോൺവെക്സ് ലെൻസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കോൺവെക്സ് ലെൻസ് കൺവേർജിങ് ലെൻസാണ് നമുക്കറിയാം. അത് എവിടെ വെച്ചിട്ടാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്? എയറിൽ വെച്ചിട്ടല്ലേ. എയർ റെയറർ മീഡിയം ആണ്, അത് ഓർത്ത് വെക്കുക. അപ്പോൾ കോൺവെക്സ് ലെൻസ് എയറിൽ വെച്ചാൽ കൺവേർജിങ് ആയിരിക്കും. അതേസമയം കോൺവെക്സ് ലെൻസ് അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു മീഡിയത്തിൽ വെച്ചാൽ N2 ഈക്വൽ ടു N1 ആണെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് എ ഗ്ലാസ് പ്ലേറ്റ്. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ, ഇറ്റ് ഡിസപ്പിയേഴ്സ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ ഗ്ലാസ് പ്ലേറ്റ് N2 ഈക്വൽ ടു N1 ആണെങ്കിൽ. ഇനി ഇഫ് N2 ഇസ് ലെസ് ദാൻ N1, അതായത് ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയത്തിൻ്റെതിനേക്കാൾ കുറവായിരിക്കുക. അങ്ങനെ കുറവാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ഒരു ഡൈവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഈ ലെൻസിന് ഷേപ്പൊന്നും നമ്മൾ മാറ്റി വരയ്ക്കേണ്ടതില്ല. റേ ഓഫ് ലൈറ്റ് പോകുന്ന പാത്ത് അനുസരിച്ചിട്ടാണ് ഇത് കൺവേർജിങ് ആണോ ഡൈവേർജിങ് ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ റിമെമ്പർ, ഇഫ് എ ലെൻസ് ഇസ് പ്ലേസ്ഡ് ഇൻ എ റെയറർ മീഡിയം, ലെൻസിൻ്റെ മെറ്റീരിയലിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞ മീഡിയത്തിൽ വെച്ച് കഴിയുമ്പോഴാണ് ലെൻസ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള ആക്ഷൻ ഉണ്ടാവുക. ഓക്കെ, സോ ചെറിയ റെയറർ മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ ഇറ്റ് ആക്ട്സ് ആസ് എ കൺവേർജിങ് ലെൻസ്. അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണെങ്കിൽ ആക്ട്സ് ആസ് എ ഗ്ലാസ് പ്ലേറ്റ്. ഇനി ലെൻസ് വെച്ചിട്ടുള്ളത് ലെൻസിനേക്കാൾ കൂടിയ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണെങ്കിൽ ആക്ട്സ് ആസ് എ ഡൈവേർജിങ് ലെൻസ്. അപ്പോൾ ഇതേ കാര്യം തന്നെ കോൺകേവ് ലെൻസിൻ്റെ കേസിലും ബാധകമാണ്. ക്വസ്റ്റിന് ചോദിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെയും കൂടി റേ ഡയഗ്രാം ചിലപ്പോൾ ഇങ്ങനെയാണ് ചോദിക്കാറുള്ളത്. ഡ്രോ റേ ഡയഗ്രാം. ഓക്കെ, ആൻഡ് ഈ 3 കേസസ് തരും. ഏതൊക്കെ? പ്ലേസ്ഡ് ഇൻ എ റെയറർ മീഡിയം, പ്ലേസ്ഡ് ഇൻ ദ സെയിം മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, പ്ലേസ്ഡ് ഇൻ എ ഡെൻസർ മീഡിയം. അപ്പോൾ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, റെയറർ മീഡിയത്തിലാകുമ്പോൾ കൺവേർജിങ്, സെയിം മീഡിയത്തിലാകുമ്പോൾ റേ ഗോസ് വിത്തൗട്ട് ഡീവിയേഷൻ, ഡെൻസർ മീഡിയത്തിലാണെങ്കിൽ ഇറ്റ് ഈസ് ഡൈവേർജിങ്. അത് കോൺവെക്സ് ലെൻസിൻ്റെ കേസ്. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിൻ്റെ കേസ് ഇവിടെ നോക്കൂ. ഓക്കെ, കോൺകേവ് ലെൻസിൻ്റെ കേസിൽ നോക്കൂ. ഇവിടെ N1ഉം N2 ആണ്. ആ ഫിഗറിൽ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ മാറ്റിയിട്ടില്ല. N1 മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അത് കഴിഞ്ഞതിലും അങ്ങനെ തന്നെയാണ്. N1 മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, N ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഓക്കെ, ആദ്യത്തെ കേസിൽ N1 ഗ്രേറ്റർ ദാൻ N, ദാറ്റ് ഈസ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. ലെൻസ് ഏത് മീഡിയത്തിലാണോ വെച്ചത് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതൽ. സാധാരണ ലെൻസിൻ്റെ ഇതിനേക്കാൾ കുറവാകുമ്പോഴാണ് ലെൻസ് അതേ രീതിയിൽ ആക്ട് ചെയ്യുക.
അപ്പോൾ ഇവിടെ കൂടിയതാവുമ്പോൾ കോൺകേവ് ലെൻസ് കൺവേർജിങ് ആയിട്ട് ആക്ട് ചെയ്യും. അടുത്തതിലോ n1 ലെസ് ദാൻ n എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ലെൻസ് വെച്ചിട്ടുള്ളത് ലെൻസിനേക്കാൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞൊരു മീഡിയത്തിൽ, അപ്പോൾ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു ഡൈവേർജിങ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. അതാണ് അതിൻ്റെ ഒറിജിനൽ ആക്ഷൻ അല്ലേ? ആ ഷേപ്പ് കണ്ടാൽ നമുക്കറിയാം കോൺകേവ് ലെൻസാണ്, ഡൈവേർജിങ് ലെൻസാണ്. എപ്പോഴാണ് ഡൈവേർജിങ് ആയിട്ട് ആക്ട് ചെയ്യുക? അത് വെച്ചിട്ടുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീൻസ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആ ലെൻസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനേക്കാൾ കുറവാകുമ്പോൾ, അതായത് റെയറർ മീഡിയത്തിൽ വെക്കുമ്പോൾ. മൂന്നാമത്തെ കേസ് നോക്കൂ, ആക്സസ് എ ഗ്ലാസ് പ്ലേറ്റ്. എപ്പോൾ? സെയിം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആയാലും കോൺകേവ് ലെൻസ് ആയാലും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ല. കോൺവെക്സ് ലെൻസ് എപ്പോഴും കോൺവെക്സ് ലെൻസ് ആവണമെന്നില്ല. അത് കൺവേർജിങ് ആവാം, അല്ലെങ്കിൽ കോൺവെക്സ് ആവാം, ഡൈവേർജിങ് ആവാം, അല്ലെങ്കിൽ കോൺകേവ് ആവാം, ഗ്ലാസ് പ്ലേറ്റ് ആവാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോൺകേവ് ലെൻസ് എപ്പോഴും കോൺകേവ് അല്ലെങ്കിൽ ഡൈവേർജിങ് ആവണമെന്നില്ല. അത് കൺവേർജിങ് ആവാം, അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പ്ലേറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. എപ്പോഴാണ് ഒരു ലെൻസ് അതിൻ്റെ ഒറിജിനൽ ബിഹേവിയർ കാണിക്കുക? വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റെയറർ മീഡിയം. ഈക്വൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ എപ്പോഴും ദ റേ ഗോസ് വിത്തൗട്ട് ഡീവിയേഷൻ, മീൻസ് ഇറ്റ് ആക്ട്സ് ആസ് എ ഗ്ലാസ് പ്ലേറ്റ്. ഓക്കെ, ഒരേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ലെൻസിൻ്റെ അതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള മീഡിയത്തിലാണ് ലെൻസ് വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ ലെൻസിൽ പതിക്കുന്ന റേ ഡീവിയേഷൻ ഇല്ലാതെ കടന്നു പോകും. എന്ന് പറഞ്ഞാൽ ലെൻസ് ഒരു ഗ്ലാസ് പ്ലേറ്റ് പോലെ ആക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് കേസ് ക്വസ്റ്റ്യൻ ഒന്നേ ചോദിച്ചിട്ടുള്ളെങ്കിൽ നിങ്ങൾക്ക് പരിചയമാവാൻ വേണ്ടി രണ്ട് കേസും തന്നതാണ്. ഈ രണ്ട് കേസും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്ങനെയാണ് എപ്പോഴാണ് ഈ ഒരു ബിഹേവിയർ വരുന്നത് എന്നതറിയണം. അതുപോലെ തന്നെ ഈ മൂന്ന് കേസിലുള്ള റേ ഡയഗ്രാം വരയ്ക്കാനും അറിഞ്ഞിരിക്കണം. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക് യു.